നമസ്കാരം ട്രേഡേഴ്സ്. എല്ലാ ദിവസവും രാവിലെ 7:00 പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് നമുക്ക് കിടക്കാം. മാർച്ച് മാസം ഇനി 13 ദിവസങ്ങളാണ്, 13 മാർക്കറ്റ് ദിവസങ്ങളാണ് ഉള്ളത്. ഗുഡ് ഫ്രൈഡേ മാർച്ച് 29-ാം തീയതിയും ഹോളി മാർച്ച് 25-ാം തീയതിയും വരുന്നുണ്ട്. അത് ഈ മാസത്തിലെ ഏറ്റവും അവസാനത്തെ ദിവസങ്ങളാണ് വരുന്നത്. അപ്പോൾ 13 ദിവസങ്ങൾ എലക്ഷൻ അടക്കുന്നു. അങ്ങനെ ഒരുപാട് സങ്കീർണതകൾ ഇനി മാർക്കറ്റിന് മുന്നോട്ടുണ്ട്. വിക്സ് സ്റ്റിൽ 13 അത് ഏത് സമയവും അത് 15-ലോ അല്ലെങ്കിൽ 16-ലോ 20-ലോ ഒക്കെ അടുത്തേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് എല്ലാ ദിവസവും കുറച്ചും കൂടി കെയർഫുൾ ആവുക. ഈ ഒരാഴ്ചയിൽ പ്രധാനമായിട്ട് ഒരുപാട് ഈവൻറ്റുകളുണ്ട്. ആ ഈവൻറ്റുകൾ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ മാർച്ച് 12-ാം തീയതി US-ൽ നിന്ന് ഇൻഫ്ലേഷൻ ഡേറ്റയാണ് ഏറ്റവും വലിയൊരു ഈവൻ്റായിട്ട് ഈ ഒരാഴ്ചയിലുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ ഉണ്ട്. അതിൻ്റെ എല്ലാം തന്നെ സമയം ഇപ്പോൾ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഇന്നലെ മാർക്കറ്റ് ഔട്ട്ലുക്കിൽ ഡിസ്കസ് ചെയ്താണ്. ഇതെല്ലാം നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യവുമാണ്. അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ സമയം അനുസരിച്ച് നമ്മുടെ പൊസിഷൻസ് എല്ലാം തന്നെ ഹോൾഡ് ചെയ്യണോ വേണ്ടിയോ എന്ന് നമുക്ക് തീരുമാനമെടുക്കാം. ഇന്ന് പ്രധാനമായിട്ടും ജപ്പാനിൽ നിന്ന് GDP ഡേറ്റ വന്നു. വളരെ വീക്കായിട്ടുള്ളൊരു ഡേറ്റ ആയതുകൊണ്ട് ഏകദേശം 900 പോയിൻ്റ് ഒരു ഇടിവ് ജപ്പാൻ മാർക്കറ്റിൽ ഇപ്പോൾ സ്റ്റിലുണ്ട്. US-ൽ നിന്ന് ഇൻഫ്ലേഷൻ ഡേറ്റ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇൻഫ്ലേഷൻ ഡേറ്റ വരികയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് US മാർക്കറ്റ് ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് മോഡിലേക്ക് പോയി. UK-യിലെ ജോബ് റിപ്പോർട്ടും ഈ ഒരാഴ്ച വരുന്നുണ്ട്. ഇന്ത്യയുടെയും ഇൻഫ്ലേഷൻ ഡേറ്റ ഈ ഒരാഴ്ച വരുന്നുണ്ട്. കൂടാതെ തന്നെ നേരെ സൂചിപ്പിച്ച പോലെ തന്നെ ഇലക്ഷൻ ഈ ഒരു വിക്സിൻ്റെ ഒരു സ്പൈക്കും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെയധികം കെയർഫുള്ളായിട്ട് മുന്നോട്ട് പോവുക. ഈ ഒരു ദിവസം ശ്രദ്ധിക്കേണ്ട സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നോക്കുകയാണെങ്കിൽ JM ഫിനാൻസ് കമ്പനി സെബി ഡെപ്റ്റ് ഇഷ്യൂ ചെയ്യുന്ന ലീഡ് മാനേജറായിട്ട് പ്രവർത്തിക്കുന്നതിൽ നിന്ന് JM ഫിനാൻഷ്യലിനെ വിലക്കിയിട്ടുണ്ടെന്നുള്ള ന്യൂസ്. സൈഡസ് ലൈഫ് കമ്പനി അവരുടെ US-ലെ ഡ്രഗ് കൺട്രോൾ അതോറിറ്റി ഇവരുടെ അഹമ്മദാബാദ് പ്ലാന്റിൽ വന്നു ഇൻസ്പെക്ഷൻ നടത്തി ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു പോസിറ്റീവ് ന്യൂസ്. ജെൻസോൾ എഞ്ചിനീയറിംഗ് കമ്പനി അവർക്ക് 450 കോടി രൂപയുടെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. ടാറ്റ പവർ കമ്പനി മഹാരാഷ്ട്ര ഇലക്ട്രിസിറ്റി ബോർഡിന് ഒരു അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു റേറ്റ് ഉയർത്തണം എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ റേറ്റ് 24% ഉയർത്തി കിട്ടി എന്നുള്ളൊരു ന്യൂസാണ് ടാറ്റ പവറിനെ സംബന്ധിച്ചുള്ളത്. ടോറൻറ്റ് പവർ കമ്പനി ഇവർ മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഗവൺമെൻറ്റായിട്ട് കൊളാബറേറ്റ് ചെയ്ത് 360 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള സോളാർ പവർ പ്രൊജക്റ്റ് ചെയ്യാൻ ധാരണയായി. RVNL കമ്പനി മധ്യപ്രദേശിൽ നിന്ന് 250 കോടി രൂപയുടെ പുതിയൊരു ഓർഡറുകൾ ലഭിച്ചു. കോൾ ഇന്ത്യ കമ്പനി രാജസ്ഥാൻ വിദ്യുത് ഉത്പാദൻ നിഗമായിട്ട് ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്തിട്ടുണ്ട് പുതിയ പവർ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. NLC ഇന്ത്യ രാജസ്ഥാനായിട്ട് സമാനമായ രീതിയിൽ 125 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള ഒരു പ്ലാന്റ് സോളാർ പവർ പ്ലാന്റ് ചെയ്യാനായിട്ട് ധാരണയായി. ഗെയിൽ ONGC ഷെൽ തുടങ്ങിയ കമ്പനീസായിട്ട് പുതിയ ബിസിനസ്സുകളെല്ലാം തന്നെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. PNC ഇൻഫ്ര കമ്പനി 1174 കോടി രൂപയുടെ ഒരു ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ഗുജറാത്ത് ഗ്യാസ് BPCL ആയിട്ട് കൊളാബ് ചെയ്തിട്ട് പുതിയ ബിസിനസ് സാധ്യതകൾ തേടാനായിട്ട് ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. സൊനാറ്റ സോഫ്റ്റ്വെയർ കമ്പനി മൈക്രോസോഫ്റ്റായിട്ട് പുതിയ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബിസിനസ് കൊളാബ് ചെയ്യാനായിട്ട് കമ്പനി ധാരണയായി. മാക്രോ ടെക് ഡെവലപ്പേഴ്സ് കമ്പനി 33,000 കോടി രൂപയാണ് ഇവർ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റിലൂടെ ഇവർ ഫണ്ട് റൈസ് ചെയ്തിട്ടുണ്ട് ഉള്ളതാണ് ന്യൂസ്. വേദാന്ത അതിന് മുകളിലുള്ള വേദാന്ത ഉണ്ടായിരുന്നു. വേദാന്ത സെബി അഡ്മിനിസ്ട്രേറ്റീവ് വാർണിംഗ് വേദാന്തക്ക് കൊടുത്തു. BHEL കമ്പനി പുതിയൊരു കോൺട്രാക്റ്റ് NBCC ആയിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്. ടിറ്റാഗ്രഹ് റെയിൽ വാഗൺ കമ്പനിക്ക് പുതിയ റെയിൽ വാഗൺ നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഓർഡർ ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് കിട്ടിയ ഏകദേശം ഒരു 2000 കോടി രൂപയുടെ ഓർഡർ. വീനസ് റെമഡി കമ്പനി ഉക്രൈനിൽ നിന്ന് ഇവരുടെ പുതിയ മെഡിസിൻ ഉക്രൈനിൽ അവിടെ വിപണനം ചെയ്യാനും ബിസിനസ് ചെയ്യാനുള്ള അംഗീകാരം ലഭിച്ചു. മറ്റുള്ള ന്യൂസുകൾ മാർക്കറ്റ് സമയത്ത് പരമാവധി നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇടാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അത് ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കും നമ്മുടെ ട്രേഡ് ബഡി ടാബിൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇന്നത്തെ ബ്രേക്ക് സ്റ്റോക്കുകൾ, ഇന്നത്തെ ഇന്നത്തെ FNO ബാൻ അങ്ങനെ തുടങ്ങിയ ഒരുപാട്
കാര്യങ്ങൾ നമ്മൾ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ട്രേഡ് ബഡ്ഡി ടാബിലുണ്ട്. ഇനി FISൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ FIS ഇന്ത്യൻ മാർക്കറ്റിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം 7304 കോടി രൂപക്ക് ബൈ നടത്തി മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. DIC 2601 കോടി രൂപക്കും മാർക്കറ്റിനെ ബൈ ചെയ്ത് സപ്പോർട്ട് ചെയ്തിരുന്നു. FISൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചറിലുള്ള ആക്ടിവിറ്റീസും ഷോർട്ട് പൊസിഷൻ 65 ഉണ്ടായിരുന്നത് 60ലേക്ക് കുറച്ച് കൊണ്ടുവന്നു. ലോങ് പൊസിഷൻ 35 ഉണ്ടായിരുന്നത് 40ലേക്ക് വർദ്ധിപ്പിച്ചു എന്നുള്ള ന്യൂസാണ് FISനെ സംബന്ധിച്ച് ക്യാഷ് മാർക്കറ്റിലും ഇൻഡെക്സ് ഫ്യൂച്ചറിലും അവർ നടത്തിയിരിക്കുന്ന പോസിറ്റീവായിട്ടുള്ള ഒരു ആക്ടിവിറ്റി. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ആദ്യം നിഫ്റ്റി നിൽക്കുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ചയിലെ ക്ലോസിങ്ങിൽ നിന്നും ഏകദേശം ഒരു 50 പോയിൻ്റ് ഉയർന്ന രീതിയിലാണുള്ളത്. കഴിഞ്ഞ വ്യാഴാഴ്ച നിഫ്റ്റി ക്ലോസ് ചെയ്തപ്പോൾ വെള്ളിയാഴ്ച ദിവസം നിഫ്റ്റി ട്രേഡ് ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ നമ്മളുടെ മാർക്കറ്റ് ഇല്ലാതിരിക്കുകയും നിഫ്റ്റി റൺ ചെയ്യുകയും ചെയ്യുന്ന ദിവസങ്ങളിൽ പൊസിഷൻ എടുക്കുക എന്ന് പറയുന്നത് അതീവ ഗുരുതരമാണ്. കാരണം നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. 2 ദിവസത്തെ ഇമ്പാക്റ്റ് ആയിരിക്കും നമുക്ക് ഇന്ന് ലഭിക്കുക. ഗ്ലോബൽ മാർക്കറ്റിൽ കാണാൻ ഏറ്റവും ടോപ്പിൽ ഏഷ്യൻ മാർക്കറ്റിലെല്ലാം തന്നെ ഇടിവിലാണ്. നിക്കി കാണാം 900 പോയിൻ്റ് ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. ഏറ്റവും ടോപ്പിൽ കാണാം ഗോൾഡ് 2183 കോടി രൂപയുടെ 2183 ഓൺസ് ഡോളർ പെർ ഔൺസ് എന്ന നിലയിൽ ഗോൾഡ് മുന്നേറുന്നുണ്ട്. ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റാണ്. അപ്പോൾ ഗോൾഡ് മുന്നേറുന്നുണ്ട്. ഇത് 2 രീതിയിലൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കാം. ആളുകൾ ഗോൾഡ് മേ ബി വിവിധ രാജ്യങ്ങളിലെ സെൻട്രൽ ഗവൺമെൻറ് ഗോൾഡ് അക്യുമുലേറ്റ് ചെയ്തെന്നാകാം. അതല്ല എങ്കിൽ ഇപ്പോൾ ഇക്വിറ്റിയിൽ നിന്ന് ഫണ്ട് ഗോൾഡിലേക്ക് മാറ്റുന്നുണ്ട്. അതുകൊണ്ട് ഗോൾഡിന് ഡിമാൻഡ് കൂടുന്നതാവാം. ഏതായാലും മാർക്കറ്റിൽ ഒരു വിക്സ് ശ്രദ്ധിക്കുക, 13 അത് സ്പൈക്ക് ചെയ്യാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇനി നമുക്ക് പ്രധാനമായിട്ടും നോക്കേണ്ടത് ഇന്ന് ബാങ്ക് എക്സിൻ്റെ എക്സ്പയറിയാണ്. അപ്പോൾ നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്ക് നോക്കാം. നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 22,500 എന്ന രീതിയിലാണ് നിഫ്റ്റിയുടെ സ്പോട്ട് ഉള്ളത്. PCR 0.7 ആയിട്ടാണ് കാണുന്നത്. പക്ഷേ നിഫ്റ്റിയുടെ സ്പോട്ടിൻ്റെ വളരെ അഡ്ജസ്റ്റൻ്റായ രീതിയിൽ കോളും പുട്ടും ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ആളുകൾ മന്ത്ലി എക്സ്പയറിയിലും വീക്കിലി എക്സ്പയറിയിലും സ്ട്രാഡിൽസ് എല്ലാം തന്നെ ഇവർ ബിൽഡ് ചെയ്തത് കാണാനായിട്ട് സാധിക്കുന്നു. മന്ത്ലി എക്സ്പയറിയും ഏറെക്കുറെ സമാനമായ രീതിയിലാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്ന് നേരെ സൂചിപ്പിച്ച പോലെ തന്നെ ബാങ്ക് എക്സിൻ്റെ എക്സ്പയറിയാണുള്ളത്. സെൻസെക്സിലുള്ള ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള ബാങ്കിങ് കമ്പനികളുടെ ഇൻഡെക്സാണ് ബാങ്ക് എക്സ്. അപ്പോൾ അതിൻ്റെ എക്സ്പയറിയാണ് ഇന്നുള്ളത്. അപ്പോൾ എനിവേ വളരെ കെയർഫുള്ളായിട്ട് തന്നെ ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വൈകിട്ട് 7 മണിക്ക് വിശദമായിട്ടുള്ള മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു ശുഭദിനം നേരുന്നു. നല്ലൊരു മാർക്കറ്റ് ദിനം ആശംസിക്കുന്നു.